പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വേദഭാഗം യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ എന്നൊരു ചോദ്യമാണ്. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് യാക്കോബ് തൻ്റെ ലേഖനത്തിലൂടെ നമുക്ക് വെളിവാക്കുന്നത്. പ്രവൃത്തി കൂടാത്ത വിശ്വാസം വ്യർത്ഥമാണ്. ഇതിൽ എന്താകുന്നു യാക്കോബ് ഉദ്ദേശിക്കുന്നത്? തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതെ നടക്കുകയും ചെയ്താൽ അതിന് ഒരു പ്രയോജനവുമില്ല. ഞാനടക്കം പലപ്പോഴും നാം വാഗൊണ്ട് പലതും വിളിച്ചു പറയും. നമ്മുടെ പ്രവൃത്തി എങ്ങനെയിരിക്കുന്നെന്ന് തമ്പുരാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ പറയുന്നതാണോ പ്രവർത്തിക്കുന്നത് എന്ന് ദൈവം മുകളിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും നിരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് പ്രവൃത്തി കൂടാത്ത വിശ്വാസം വ്യർത്ഥമാണ്. നാം പറയുന്നത് നാം പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥം വരുന്നത്. നാം പല കാര്യങ്ങളിലും പലപ്പോഴായി ഓരോന്ന് നമ്മൾ വാഗ്ദാനം ചെയ്യും. എങ്കിലും ആ പറയുന്ന രീതിയിലുള്ള പ്രവൃത്തി പിന്നീട് നാം കാണിക്കുന്നില്ല. അതാണ് സത്യം. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണിക്കണം. മറ്റുള്ളവരോട് ആർദ്രതയോടെ കരുണയോടെ നാം പ്രവർത്തിക്കണം. ഇതിൻ്റെ 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് കരുണയില്ലാത്ത പ്രവർത്തനം കരുണയില്ലാത്ത ന്യായവിധിക്ക് മുഖാന്തരമാണ്. കരുണ കാണിച്ചാൽ നാം വലിയൊരു വിജയം നേടും. നമുക്ക് നിത്യജീവനിലേക്ക് പോകേണ്ടവരാകും. അതുകൊണ്ട് തമ്പുരാൻ കൽപ്പിച്ച പോലെ നമ്മുടെ ജീവിതത്തിൽ കരുണ കാണിച്ച് സ്നേഹത്തോടെ മറ്റുള്ളവരോട് വർദ്ധിക്കാം. അതിന് പരിശുദ്ധാത്മാവ് കൃപ ചെയ്യട്ടെ. ദൈവമായ കർത്താവേ, ഒരു പുതിയ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രവൃത്തി കൂടാത്ത വിശ്വാസം വ്യർത്ഥമാകുന്നു. ഒരുത്തൻ വിശ്വാസത്താൽ പറയുന്നത് പ്രവർത്തിക്കുമ്പോഴാകുന്നു ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം പൂർത്തീകരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ കരുണ, ആർദ്രത, മനുഷ്യരോടുള്ള അനുകമ്പ തരുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞാൻ പറഞ്ഞുപോയത്, വിശ്വാസത്താൽ പറഞ്ഞുപോയത്, പ്രവർത്തിക്കാതെ പോയ കുറവുകൾ ഞങ്ങളോടെല്ലാവരോടും ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വചനത്താൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമീൻ.